ഗോ ഗൈസ് മോത്ത് വീണ് ഗൈസ് തീപ്പൊരിയിടല്ലേ അവിടെ കണ്ണു നമ്മുടെ ധാരാവി സ്റ്റാർട്ട് ഇറക്കുന്നതിന്റെ ആദ്യത്തെ ഭാഗമായിട്ട് വണ്ടി തള്ളി വെളിയിലേക്ക് ഇറക്കുവാണ്. മതി 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 ഗൈസ്. അപ്പം നമുക്ക് ഏറ്റവും കോൾഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ജിപ്സി തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ജിപ്സിയുടെ കണ്ടീഷൻ ഇതാണ്. വേണ്ട നമ്മുടെ കൂടെ സഹായിക്കാനായിട്ട് വിപിനുണ്ട്. വിപിൻ ഒരു ഹായ് പറഞ്ഞേടാ. ഹായ് പറയാടാ. വേടാ ജോസൂട്ടി ഉണ്ട്. ജോസൂട്ടി ഒരു ഹായ്. വിഷ്ണു ഒരു ഹായ് തന്നേ. അപ്പൊ ഇതാണ് ജസ്റ്റ് വണ്ടിയുടെ ഒരു കണ്ടീഷൻ. റഫ്ലി ഒന്ന് കണ്ടോളൂ. നമ്മുടെ കാറുണ്ട് കൂടെ. ഈ കണ്ടീഷനിലാണ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പൊടി പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ഇന്റീരിയർ കാണാം. ഇന്റീരിയർ ആണ്ട് പൊടിയൊക്കെ കയറി എന്തൊക്കെയോ കാഷ്ടിച്ചൊരു പരുവായിട്ടിരിക്കുവാണ്. നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നേക്കാൾ മുമ്പായിട്ട് ആയമ വണ്ടിക്ക് ഒരു അനക്കം വരുമോ നോക്കാം അല്ലേ. ഇതിന്റെ ലോക്ക് കിടക്കുന്നത് ഇവിടെയാണ്. ജോസുട്ടി ഇങ്ങോട്ട് വന്നാ അതിന്റെ ഡാഷിന്റെ അകത്ത് ഉള്ളതുണ്ട്. ഒന്ന് പുള്ളി ചെയ്യാം. ഇവിടെ ഒരു ലോക്കുണ്ട്. പുള്ളി അവിടെ വലിച്ച് ഓക്കെ. സോ ഇതാണ് ബോണറ്റ്. ലോക്കൊന്നുമില്ല. ബാറ്ററി ഇല്ല. ബാറ്ററി ഇല്ലെന്ന് പറയാം. ഞാൻ ബാറ്ററി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ബാറ്ററി എടുക്കാം. ഇതാണ് എൻ്റെ നെഗറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനൽ. ടൂൾസ് അതിനകത്ത് വെച്ചേക്കാം. என்ன போய் 12 എന്നെ ഇൻട്രസ്റ്റ് ചെയ്താ കൊമ്മൻ ഇൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കണം കൊമ്മൻ. അപ്പൊ തൊമ്മൻ. അപ്പൊ ചോദിക്കാതെ തൊമ്മൻ റേഡിയേറ്റർ വെള്ളം ഉണ്ടോന്നാണ്. തൊമ്മന്റെ ഹെൽപ്പ് കളയാൻ റേഡിയേറ്റർ വെള്ളമില്ല. പേര് നോക്കി വരണ്ട് ഉണങ്ങി കിടക്കുക. അതിന് വെള്ളം വേണം. തൊമ്മ റേഡിയേറ്ററിൽ നിന്ന് വെള്ളം, വീട്ടിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് വേണം. തൊമ്മൻ നേട്ട പോകുന്നുണ്ട് വെള്ളം എടുക്കാനായിട്ട്. ഓയിൽ ലെവല്, ഓയിലുണ്ട്. ഇതാണ് ഓയിൽ ലെവൽ. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കിട്ട് ആവശ്യത്തിനുണ്ട്. ഒരു തരക്ക് കയറി ഉണ്ടെങ്കിലുള്ളൂ, ഇച്ചിരി കൂടുതലുണ്ടെങ്കിലുള്ളൂ. ഓയിൽ ക്യാപ്പ് പോയിട്ടുണ്ടായിരുന്നു. നമ്മളത് മേടിച്ചിട്ടുണ്ട്. അവിടെ പുതിയ മേടിച്ചിട്ടുണ്ട്. 40 രൂപയുടെ ഉള്ളൂ. 46 രൂപ. അവിടെ നോക്കാം. കറക്റ്റാണ്. അപ്പൊ അത് കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ തൊമ്മൻ അവിടെ വെള്ളമായിട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് ഒഴിച്ചോടാ. അയ്യോടെ ഒഴിച്ചു. ഒരു കുപ്പി കട്ടി വരുന്ന ഒഴിക്കാൻ എളുപ്പമില്ലായിരുന്നു. കുപ്പി എത്തരണോ? മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് പമ്പാണ് ഇത്. നമുക്കൊന്ന് അടിച്ചു കൊടുത്തു നോക്കാം. വേണ്ട പെട്രോൾ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഓടിയോ വന്നു. വിവിനുണ്ട്, ജോസൂട്ടി ഉണ്ട്, തൊമ്മനുണ്ട്. ഇത് യൂട്യൂബിൽ ഇടുന്നതിന് ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അച്ചുക്കുട്ടൻ യൂട്യൂബിൽ ഇട്ടോട്ടെ വീഡിയോ.
മിണ്ടു വരാൻ നാണ ഒഴിച്ചു. ഈ സാധനം എടാ ഒരു ലിറ്റർ മാറ്റി വെച്ചു. അതൊരു ലിറ്റർ. 1 ലിറ്റർ നമുക്ക് സമാധാനത്തിന് വേണ്ടി. എടാ അതിന്റെ വണ്ടിയിലെ മേളിൽ ഓയിലിന്റെ ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കടാ. ഇവിടെ ഇവിടെ നീ അവിടെ നോക്കിയടാ. ഫ്യൂസ് വിട്ട് കിടന്നാണ്. ഫ്യൂൽ പമ്പ് മോട്ടറിന്റെ ഫ്യൂസ് കിടക്കുമായിരുന്നു, അത് അടിച്ചു കൊടുത്തു. ഇപ്പോൾ വേറെ ഫ്യൂസ് കിടക്കുന്ന എല്ലാം ഒന്ന് കുത്തുവാണ്. വർക്കിംഗ് ആയിട്ടുള്ള ഫ്യൂസ് തന്നെ കേട്ടോ, പോയിട്ടില്ല. ഊരി കിടന്നാന്ന് തോന്നുന്നു. ഇത്ര നാൾ കിടന്നല്ലേ. ടൈറ്റല്ല ഫ്യൂസ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കിടന്ന ബാറ്ററിയുടെ ലൈറ്റ് കത്തിയിട്ടില്ലായിരുന്നു. ബാറ്ററിയുടെ ലൈറ്റ് കത്താത്തതുകൊണ്ട് തന്നെയാണ് സ്റ്റാർട്ട് ആകാത്തതെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. ആക്സിഡന്റ് കൊടുത്തേ. ഇല്ല മതി, നിർത്തിക്കോ. ഒന്നും കൂടെ കൊടുത്തേ. ആക്സിഡന്റ് ഉണ്ടോ? ഒന്ന് നിർത്തിക്കണം. ഓണാക്കിയിട്ടാച്ചാൽ മതി. അടിച്ചേ. വേണ്ട, ഒരു സെക്കൻഡ് അടിച്ചേ. ഇല്ല, പെട്രോൾ കയറി വരുന്നില്ല. നമുക്ക് നോക്കാം. കയറുന്നില്ല, ഏറെ തള്ളുന്നില്ല. ഒന്ന് അടിച്ചാ. ആക്സിലേറ്റർ കൊടുക്കരുതേ. പെട്രോൾ തള്ളുന്നില്ല. സ്റ്റാർട്ട് ആവുമെന്നുണ്ട്. ആ എടാ, മാറ്റി വെച്ച പെട്രോൾ കുപ്പി എടുത്താ. പെട്രോള് റേഡിയേറ്ററില് കാർബറേറ്ററിൽ ഡയറക്റ്റ് പെട്രോൾ എടുത്ത ഏത് വണ്ടിയാണേലും ഒന്നും എടുക്കും. അടിച്ചടാ. ആ ജോസൂട്ടി എടുത്തു. നോക്ക് ജോസേ, ഒന്നും കൂടെ അടിച്ചേ. ആ ഒന്നും വേണ്ട. കൊടുത്തോ. ആ ചെറുതായിട്ട് കൊടുക്കണ്ട. പെട്രോൾ ഒന്നടാ. കുമ്പാറിന് അങ്ങ് കുടിക്കുക. അടിച്ചടാ. ആക്സിലേറ്റർ കൊടുക്കണ്ടേ? അടിച്ചോ. ഒന്ന് അടിച്ചു ഒന്നാണ്. ഒന്നും കൂടെ അടിച്ചു. സ്റ്റാർട്ടായി. വേണ്ട, സ്റ്റാർട്ടായിക്കോളൂ. ഇനി അപ്പൊ സാധനം സ്റ്റാർട്ടാവുന്നുള്ള കാര്യം തീരുമാനമായിട്ടുണ്ട്. നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒന്നും കൂടെ കാണിക്കാം. ഒന്നും കൂടെ അടിച്ചു. ആ കുപ്പി എടുക്കാം. നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കാർബറേറ്ററിലേക്ക് തന്നെ പെട്രോൾ അടിച്ചു കൊടുക്കുമായിരുന്നു. ജോസ് ഒന്നും കൂടെ അടിച്ചടാ. അടിച്ചേ.
സ്റ്റാർട്ടാവും എന്നുള്ള കാര്യം തീരുമാനമായി. ഇതാണ് നമ്മുടെ ഫ്യൂൽ പമ്പ് മോട്ടർ വരുന്നത്. ഇത് പെട്രോൾ ടാങ്ക്. ഇവിടെ നിന്ന് ഇതുവഴി ഇങ്ങോട്ട് പെട്രോൾ ഇറങ്ങി ഇത് സക്ക് ചെയ്ത് ഇതിലിങ്ങനെ പോകുന്നതാണ് രീതി. നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പെട്രോൾ ഇവിടെ വരുന്നുണ്ടോ നമ്മുടെ ഫ്യൂൽ മോട്ടറിലേക്ക് ഇറക്കി വരത്തില്ല. ശരിക്കും അവിടെ ക്യാമറ എന്റെ ഫ്രൈഡേ കാണും ഞാൻ ഓണാക്കിയടാ, അടിക്കണോ? ഓണാക്ക്, കീ ഓണാക്കിയാ മതി. ഇങ്ങോട്ടെത്തുന്നുണ്ടോ? തള്ളുന്നില്ലല്ലോ, വലിക്കുന്നില്ല. അതെ, നോക്കാം. കീ ഓഫാക്കിയോ? ഒന്ന് നോക്കാം നമുക്ക്. ഫ്യൂവൽ ഇവിടെ തള്ളാത്ത പമ്പിന്റെ ഇഷ്യൂ ആണോ ബ്ലോക്ക് ആണോ? ഇവിടെ വരെ വന്നല്ലേ? വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഗോ ഗൈസ്, മുഖത്ത് വീണ് ഗൈസ്. തീപ്പൊരിയിടല്ലേ? തീ ഓണാക്കിയേ. അവിടെ കണ്ണു കണ്ടടാ. തീ ഓണാക്കിയടാ, തീ ഓണാക്ക്. സൗണ്ട് പറഞ്ഞില്ലേ? മതി. സ്റ്റാർട്ടായിട്ടുണ്ട്. ജോസ കാലം എടുത്തടാ. ഗൈസ്, അപ്പം നമ്മുടെ ഒത്തിരി ശ്രമത്തിന് ശേഷം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. വണ്ടിയുടെ സൗണ്ട് നോക്കുന്നത് കേൾക്കാം. കാലം എടുത്തടാ. അപ്പം നമ്മൾ ബോണറ്റ് ഇടച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഇന്റീരിയറൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ആ സമയത്ത് ചെയ്തതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കീ ഓൺ ആക്കുക. ബാറ്ററിയുടെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. ടെമ്പറേച്ചറിന് ഒരു അനക്കമൊക്കെ വന്നിട്ടുണ്ട്. സൺറൂഫുണ്ട്. വർക്കിംഗ് അല്ല, അതെന്നാന്ന് നമുക്ക് നോക്കാം. ബട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്കൊന്ന് ഉരുട്ടാം. പോരട്ടെ.
അപ്പൊ ധാരാവിൽ ഇതിനെ വെല്ലാനായിട്ട് വേറെ വണ്ടിയില്ല. വണ്ടി ഇപ്പോഴും പുലിക്കുട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വണ്ടി ഓടിച്ചിട്ടും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഒന്ന് ഹീറ്റ് ആവുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നോക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ ഇലക്ട്രിക്കൽ വർക്ക് കുറച്ചുണ്ട്. സൺറൂഫ് സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ വരുന്ന ആഴ്ചകളിൽ അത് കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഷെയർ ആയിട്ടും ലൈക്സ് ആയിട്ടും കമന്റ്സ് ആയിട്ടും അയയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിന്റെ പേര് travel_psycho എന്നാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഗുഡ് ബൈ.